Hi all, we will discuss combinations. So permutation we already discussed combination. Just a combination definition. The number of ways in which smaller or equal number of things, smaller or equal number of things are arranged or selected from a collection of things, or where the order of selection or arrangement is not important. Okay, so we will areas in this chapter discuss permutation. Already we discussed permutation. Permutation means permutation. Permutation. Okay, selection or arrangement. Selection / arrangement. Okay. Arrangement, but avade endinana importance kodukkunnathu? Order is important. Nere marche combination ippe definition vechirunna combination also selection or arrangement. Selection or arrangement definition vechitana parayunne arrangement, selection or arrangement where order consider cheyyunnilla not important. Okay, the definition vechittu parayan. Okay, namukku innu oru karyam nokkam. That means namukku permutation means endana nammade adayathu nammoru exam point of view question get permutation aano അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ അതിനുശേഷം ഏത് ഫോർമുല, അതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. ഓക്കെ, ഈ ചാപ്റ്ററിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്നറിയാം. ദെൻ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ലീനിയർ പെർമ്യൂട്ടേഷൻ ആണോ സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണോ എന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ദെൻ എന്താണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് പക്ക നമുക്ക് എന്ത് പറയാം, അറേഞ്ച്മെന്റ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തുണ്ടാകും, അറേഞ്ച്മെന്റ് എന്നായിരിക്കും. ദാറ്റ് മീൻസ് അറേഞ്ച്മെന്റ് മീൻസ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫിന് 5 പേരെ നിർത്തുകയാണെങ്കിൽ 5 പൊസിഷൻ നിർത്തുകയാണെങ്കിൽ അല്ലെ, ഇവിടെ ആദ്യത്തെ ആൾ നിൽക്കുന്നു 2 3 4 5. ഓക്കെ, സോ നേരെ മറിച്ച് അഞ്ചാമത്തെ ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു അറേഞ്ച്മെന്റ്. ദാറ്റ് മീൻസ് എന്താണ്, ഓർഡറിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് വരുന്നത്. സോ ദാറ്റ് മീൻസ് പക്ക അറേഞ്ച്മെന്റ് ആണ് എന്ത്, പെർമ്യൂട്ടേഷൻ. നേരെ മറിച്ച് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ദാറ്റ് മീൻസ് എന്താണ്, ജസ്റ്റ് എ സെലക്ഷൻ. സോ ദാറ്റ് മീൻസ് ആദ്യം ആരെ സെലക്ട് ചെയ്തു, രണ്ടാമതാരെ സെലക്ട് ചെയ്തു, ദാറ്റ് ഈസ് അതെന്താണ്, ഇമ്പോർട്ടന്റ് അല്ല, ദാറ്റ് ഈസ് അൺഇമ്പോർട്ടന്റ്. സോ ദാറ്റ് മീൻസ് പക്ക സെലക്ഷൻ, അറേഞ്ച്മെന്റ് അല്ല, സെലക്ഷൻ ആണ് എന്ത് പറയുന്നത്, കോമ്പിനേഷൻ. സോ മേജർ ഡിഫറൻസ് ആയിട്ട് എന്താണ്, പെർമ്യൂട്ടേഷൻ മീൻസ് അല്ലെ പക്ക നമ്മുടെ വീട്ടിൽ എന്ത് പറയാം, അറേഞ്ച്മെന്റ്. കോമ്പിനേഷൻ മീൻസ് സെലക്ഷൻ. ഓക്കെ, ദെൻ കോമ്പിനേഷൻ ഈസ് ഓർഡർ ഇൻഡിപെൻഡന്റ്. ഓർഡർ that means ഓർഡറിനെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ്. ദെൻ ഫോർമുല, കോമ്പിനേഷന്റെ ഫോർമുല. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓർ സെലക്ഷൻ ഓഫ് ആർ തിങ്സ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഒന്നിൽ ക്വസ്റ്റ്യൻ കോമ്പിനേഷൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് വേർഡ്, സെലക്ഷൻ ഓഫ് ആർ തിങ്സ് ഫ്രം n ഡിഫറെന്റ് ഐറ്റംസ് ഗിവൺ ബൈ. ഓക്കെ, സോ NCR is equal to n factorial divided by n minus r factorial into r factorial. So NPR എന്നപ്പോൾ എന്തായിരുന്നു, NPR is equal to n factorial divided by n minus r factorial. ഇവിടെ എന്തോട് വന്നു, അഡീഷണൽ ആയിട്ട് into r factorial. Okay, so നേരത്തെ പറഞ്ഞ പോലെ r less than or equal to, that means n ഐറ്റംസിൽ നിന്ന് അല്ലെങ്കിൽ 5 ഐറ്റംസിൽ നിന്ന് നമുക്ക് മാക്സിമം എത്ര വരെ സെലക്ട് ചെയ്യാം, 5 വരെ സെലക്ട് ചെയ്യാം, അതിൽ നിന്ന് 6 ഐറ്റം സെലക്ട് ചെയ്യാം. പെർമ്യൂട്ടേഷൻ പോലെ തന്നെ അവിടെ എന്താണ്, അറേഞ്ച്മെന്റ്. ഓക്കെ, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇവിടെ എന്താണ്, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് എ സെലക്ഷൻ പിക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അറേഞ്ച്മെന്റ് ഇല്ല. അതിനാണ് എന്ത് പറയുന്നത്, കോമ്പിനേഷൻ. ഓക്കെ, നോ അറേഞ്ച്മെന്റ് ഈസ് പോസിബിൾ, നോ അറേഞ്ച്മെന്റ് ഓർ പെർമ്യൂട്ടേഷൻ ഈസ് പോസിബിൾ വിത്തൗട്ട് സെലക്ഷൻ. ഓക്കെ, സോ സെലക്ട് ചെയ്യാതെ നമുക്ക് അറേഞ്ച്മെന്റ് പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് കോമ്പിനേഷൻ എടുക്കാതെ നമുക്ക് ഒരിക്കലും എന്തിലേക്ക് എത്താൻ പറ്റില്ല, പെർമ്യൂട്ടേഷൻ. ബട്ട് സെലക്ഷൻ ഓർ കോമ്പിനേഷൻ process can be taken independently. That means so 5 പേര് 10 പേരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തിട്ടല്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറേഞ്ച്മെന്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഒരു കോമ്പിനേഷൻ ഒരു പെർമ്യൂട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ
combination, first of all there should be a selection, then arrangement. Okay, so then so NCR always less than NPR except R is equal to 1 or R is equal to 0. R 0 യും R 1 ആകുമ്പോഴത്തേക്കും mathematically equal ആവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. NCR always less than. Next one, relation between NPR and NCR. Relation between NPR. നമുക്ക് എല്ലാവർക്കും അറിയാം NPR is equal to n factorial divided by n minus r factorial. NCR is equal to n factorial divided by n minus r factorial into r factorial. Okay, so NCR ne r factorial കൊണ്ട് multiply ചെയ്താൽ എന്ത് സംഭവിക്കും? r factorial get cancelled. n factorial divided by n minus r factorial എന്ന് പറഞ്ഞാൽ എന്താണ്? NPR. So അതാണ് നമ്മുടെ first relation. Then NPR divided by NCR. NPR divided by NCR. Okay, so എന്താണ്? n factorial divided by n minus r factorial ആണ്. NPR divided by again n factorial divided by n minus r factorial into r factorial. That means division by a fraction തിരിച്ചിട്ട് multiply ചെയ്യുക. n factorial divided by n minus r factorial into n minus r factorial into r factorial divided by n factorial. Get cancel എന്ത് കിട്ടും? r factorial. Okay, then NC0 equal to NP0 equal to 1. NC0 means നമുക്ക് ഫോർമുല വെച്ചിട്ട് എങ്ങനെ എഴുതാം? NC0 n factorial divided by n factorial into 0 factorial. NP0 n factorial divided by n minus 0. That means n factorial. രണ്ടും എന്ത് തന്നെ വരും? 1 തന്നെ വരും. Okay, then NCN is equal to NPN is equal to NP1 is equal to n. So NCN can be written as NC1 can be written as n factorial divided by n minus 1 factorial into 1 factorial. Okay, അതേപോലെ NP1 can be written as n factorial divided by n minus 1 factorial. Okay, so n factorial രണ്ട് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? n factorial can be written as n into n minus 1 factorial divided by n minus 1 factorial. Get cancel. നമുക്ക് എന്ത് കിട്ടി? n. Okay, so ഈ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സാമിന് ഇതിലൊരു പ്രോപ്പർട്ടി ആയിരിക്കും നമുക്കൊരു പ്രോബ്ലത്തിൽ യൂസ്ഫുൾ ആകുന്നത്. ഡയറക്റ്റ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലേക്ക് എഴുതാം. നമ്മുടെ എക്സാം ഫോർമാറ്റ് NCN is equal to 1 but NPN is equal to n factorial. Okay, so നമുക്കറിയാവുന്നതാണ് NPN is equal to n factorial but NCN. So NPN ന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. NPN അല്ലെങ്കിൽ n factorial divided by n minus n factorial means വരും n factorial divided by 0 factorial is always 1, therefore n factorial. അതേപോലെ NCN എടുക്കുകയാണെങ്കിൽ n factorial divided by 0 factorial into r factorial സ്ഥാനത്ത് n factorial വരും. Get cancel equal to 1. Okay, then very important property, complementary combination. Okay, first one, NCR is equal to NCR. Very important. നമുക്ക് എക്സാമിന് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. NCR is equal to n can be written as NC n minus r. Very important. NCR is equal to, so just നമുക്ക് നോക്കാം, 5 6 C4 equal to എന്താകണം? 6C n minus 6C2 നോട് ഈക്വൽ ആകണം. ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. 6C4 is equal to 6 factorial divided by 6 minus 4 2 factorial into 4 factorial. 62 6 factorial divided by 6 minus 2 4 factorial into 2 factorial. And എന്താണ്? സെയിം ആയിട്ട് വരും. So very important. So when r greater than n by 2 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഈ ഫോർമുല സ്യൂട്ട് ആകും. NCR should be equal to, NCR can be written as NC n minus r. Okay, then next scenario, very important. Next one, very important. The next one, NCX is equal to NCY. NCX is equal to NCY. That implies first one, ഒന്നുകിൽ എന്തായിരിക്കും? X should be equal to y. അങ്ങനെയാണെങ്കിൽ അല്ലേ 6CX is equal to 6CY. So എപ്പോഴായിരിക്കും എക്സും വൈയും ഈക്വൽ ആകുവാണെങ്കിൽ എന്തായിരിക്കും? രണ്ടും ഈക്വൽ. ദാറ്റ് മീൻസ് 6C3 equal to 6C3. Okay, എക്സും വൈ ഈക്വൽ. ദെൻ സെക്കൻഡ് സെനാരിയോ, x plus y equal to n. X plus y equal to n അല്ലെങ്കിൽ എന്തായിരിക്കും?
ഇവിടെ നമുക്കറിയാം എക്സ് പ്ലസ് എക്സും വൈയും ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തുവരും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. ഇവിടെ ഈക്വൽ ആണെങ്കിൽ 3 + 3 ഈക്വൽ ടു 6 ഈക്വൽ ആണ്. ദെൻ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓർ ബോത്ത് ദ റിസൾട്ട് ക്യാൻ ഹോൾഡ് ട്രൂ സൈമൾട്ടേനിയസ്ലി. ഓക്കെ, സോ ഇവിടെ രണ്ടും എന്താണ്, എക്സും വൈയും ഈക്വൽ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോഴും എന്തിലോട്ട് വന്നു, എൻ എന്നുള്ള ഈക്വൽ നമ്പറിലോട്ട് വന്നു. both can hold good simultaneously. Both results can hold good അല്ലെങ്കിൽ hold true simultaneously. Okay, so very important. NCX equal to NCY, then ഒന്നെങ്കിൽ x equal to y ആയിരിക്കും, അല്ലെങ്കിൽ x plus y equal to n. രണ്ട് റിസൾട്ടും ഒരുമിച്ച് ട്രൂ ആകാം. അറ്റ് എ ടൈം രണ്ടും ട്രൂ ആകാം. Okay, then next one NCR plus NCR minus 1. Very very important. NCR plus NCR minus 1 is equal to n plus 1 CR. NCR plus NCR minus 1 is equal to n plus 1 CR. Okay, then ഒരു ഫോർമുലയുടെ NCR divided by NCR minus 1 is equal to n minus R plus 1 divided by R. Okay, then next one കുറച്ച് formulas ആണ്. So total number of selection means combination from n items taking one or more. That means at least one will be given by sigma R equal to 1 to n. NCR can be written as 2 raised to n minus 1. Very important. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. NC1 plus NC2 plus അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സിഗ്മ ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് 1, NC0 അതിൽ വരില്ല. NC1 തൊട്ട് NCn ഒരു Rന് n വരെയുള്ള വാല്യൂസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആൻസർ വിൽ ബി ഈക്വൽ ടു 2 raised to n minus 1. ദെൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. The total number of straight lines that can be formed out of n points in a plane, and no 3 points are in collinear position. Okay, so that means ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ കുറേ പോയിന്റ്സ് ഇങ്ങനെ കിടക്കുകയാണ്, n പോയിന്റ്സ് ഇങ്ങനെ കിടക്കുകയാണ്. സോ ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കൊളീനിയർ പൊസിഷൻ, ദാറ്റ് മീൻസ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഒന്നും വരുന്നില്ല എന്ന് വിചാരിക്കുക. ഇവിടെ 3 പോയിന്റ്സ്, നോ 3 പോയിന്റ്സ് ആർ കൊളീനിയർ. സോ ഇങ്ങനെ കൊളീനിയർ പൊസിഷൻ വരിക മീൻസ് സ്ട്രൈറ്റ് ലൈനിൽ വരിക. ദാറ്റ് മീൻസ് നമുക്ക് എത്ര എണ്ണമാണ്, 2 പോയിന്റ്സ് വേണം. എന്താണ്, ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ 2 പോയിന്റ്സ് വേണം. ദാറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് ഔട്ട് ഓഫ് n പോയിന്റ്സ്, സെലക്ഷൻ ഓഫ് 2 പോയിന്റ്സ് വിൽ ഗീവ് എ സ്ട്രൈറ്റ് ലൈൻ. ദാറ്റ് മീൻസ് n and സെലക്ഷൻ അല്ലെ, ആദ്യം ഏത് പോയിന്റ് രണ്ടാമത് ഏത് പോയിന്റ്, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഇമ്പോർട്ടൻസ് ഇല്ല. സോ NC2 out of n points we are selecting 2 at a time. So 2 പോയിന്റ് സെലക്ട് ചെയ്താൽ നമുക്ക് എന്നിട്ട് അത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. So out of n points we are selecting 2 at a time. Okay, the total number of triangles that can be formed out of n points. Okay, total number of triangles that can be formed out of n points. ഇവിടെ കുറച്ച് പോയിന്റ്, നമുക്ക് ഒരു ട്രയാങ്കിളിന് എത്ര പോയിന്റ് വേണം, 3 പോയിന്റ്സ് വേണം. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ns we have to select 3 at a time. അതാണ് NC3. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് സർക്കിൾസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് n, അതും എന്തെങ്കിലും വരും NC3. ഓക്കെ, നമുക്കൊരു 3 പോയിന്റ്സ്, 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ആർക്ക് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് ഇവിടെ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ സർക്കിൾ. ദാറ്റ് മീൻസ് there should be 3 selection of 3 points. NC3 will be the number of circles out of n points. Okay, total number of the lines that can be formed n points when p of them are collinear. That means collinear means എന്ത് വരും, ഒരു സ്ട്രൈറ്റ് ലൈനിൽ വരും. ഓക്കെ, അതിനകത്ത് p of them are collinear, very important. സോ നമുക്ക് ഔട്ട് ഓഫ് n things കോമ്പിനേഷൻ ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് NC2 കിട്ടും. അതിൽ നിന്ന് കൊളീനിയർ ആയിട്ടുള്ള ഫോർമുല NC2 മൈനസ് PC2 plus 1. ഈ ഫോർമുലാസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. NC2 minus PC2 plus 1. Then total number of triangles that can be formed out of n points. Then when p of them are collinear, that means NC3 minus PC3. NC3 minus PC3. The next one, the total number of points intersection that can be obtained from m straight lines are NC2. n straight lines are NC2. Then no 2 of them are parallel and no 3 of them are concurrent. Okay, so that means parallel or concurrent അല്ലാത്ത സെനാരിയോയിലാണ് എന്ത് വരുന്നത്, ഈ NC2 കിട്ടുന്നത്. Then total number of diagonals in a polygon having n sides is equal to, that means നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനകത്ത് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നൊരു സെനാരിയോ ആണ്. A polygon
5 sides ഉണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ് NC2 minus N. Okay, so that means 1 2 okay, ഇങ്ങനെ ഒരു 1 2 3 4 5 6 7 1 2 1 2 3 4 5 6 okay, 6 പൊസിഷൻ നമുക്ക് അറിയാം ഒരു ഡയഗണൽ വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ നമുക്കിവിടെ 6 പോയിന്റ്സിന്റെ അതായത് 2 പോയിന്റ് ദാറ്റ് മീൻസ് ഈ പറയുന്ന ഷേപ്പ് തന്നെ എന്താണ് ഒരു ഒരു ഇതാണ് ലൈൻ 2 പോയിന്റ്സിന്റെ ജോയിനിങ് ആണ്. അതിനകത്ത് NC2 എന്തോട് വരും ഈ പറയുന്ന ഷേപ്പ് ഇറ്റ് സെൽഫ് വരും. അത് മാറ്റാനാണ് എന്ത് ചെയ്യുന്നത് -n. ദാറ്റ് മീൻസ് നമുക്കറിയാം ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ, അതായത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഷേപ്പിനകത്ത് വരുന്ന ആക്ച്വലി എന്തല്ല ഡയഗണൽ അല്ല, അത് ഷേപ്പ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് വേണ്ടിയാണ് പറയുന്നത് NC2 minus N. ഓക്കെ, സോ ഇത് വേറെ രീതിയിൽ എഴുതാം നമുക്ക്. സംടൈംസ് ഇങ്ങനെ ഒരു ചോയ്സ് ഇതാണ് ഓരിട്ട് തന്നിരിക്കുന്നത് n into n minus 3 divided by 2 തന്നിരിക്കുന്നതാണ്. സോ ഒന്ന് ശ്രദ്ധിക്കാം, NC2 can be written as n factorial divided by n minus 2 factorial into 2 factorial. Okay, minus n. So this can be written as n factorial can be written as n into n minus 1 into n minus 2 factorial divided by n minus 2 factorial into 2 factorial minus n. Okay, so n minus 2 factorial get cancelled. Then n into n minus 1 n into n minus 1 divided by 2 minus so n square minus n minus LCM എടുക്കുമ്പോൾ 2n divided by 2. So n square minus 3n divided by 2 can be written as n into n minus 3 divided by 2. Okay, so ഇങ്ങനെയാണ് ഈ ഫോർമുല വന്നിരിക്കുന്നത് NC2 minus n or n into n minus 3 divided by 2. Okay, then combinations of selection things which are alike. Okay, total number of combinations of selection p comma q comma r items taking one or more at a time is equal to will be given by p plus 1 into q plus 1 into r plus 1 minus 1. Okay, then total number of selection of p alike, q alike and r alike different items taking at least one will be given by p plus q into q plus 1 into 2 raised to r. Okay, r are different, 2 raised to r minus 1. p plus 1 into q plus 1 into 2 raised to r minus 1. Okay, so division into groups വരുന്നത് m plus 1 scenario വരെയാണെങ്കിൽ group containing m and n items m factorial plus n factorial divided by m factorial into n factorial. അതുപോലെ m n p വരികയാണെങ്കിൽ m factorial plus n factorial plus p factorial divided by m factorial into n factorial into p factorial. Okay, then when m equal to n or m equal to n equal to p, then 2m or 3m items can be equally distributed among, okay, 2m factorial divided by m factorial whole square or 3m factorial divided by m factorial the whole cube ways. Okay, when the identities of the two groups are not distinct, that is the group are alike, in such a case 2m or 3m items can be distributed equally into 2 or 3 identified groups in 2m factorial divided by m factorial the whole square into 1 by 2 factorial. Distinct ചെയ്യാൻ പറ്റാത്ത കേസ് കൊണ്ടാണ് 1 by 2 factorial. Then 3m factorial divided by m factorial the whole cube into 1 by 3 factorial ways. Okay, so ഇത്രയാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ വരുന്നത്. ആ ഒരു പെർമ്യൂട്ടേഷൻ്റെ കോമ്പിനേഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഡയറക്റ്റ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം വിത്തിൻ സെക്കൻഡ് ആൻസ്. അതർവൈസ് നമുക്ക് ആ ഫിഗർ വരച്ച് അത് അടയാളപ്പെടുത്തിയൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമുക്ക് ഇത്രയും ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ദാറ്റ് മീൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സം അപ്പ് ചെയ്യുവാണെങ്കിൽ NCR is equal to n factorial divided by n minus r factorial into r factorial. Okay, then NCX is equal to NCY, that implies x is equal to y or x plus y equal to n.
then NCR is equal to NC n minus R, then NCR plus NC R minus 1 is equal to N plus 1 CR. Okay, so there are formulas are important ആയിട്ട് വരുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് ആൻസർ ആണ്. ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആപ്ലിക്കേഷനകത്ത് വരുന്ന എല്ലാ ഫോമുലാസും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എല്ലാം കോൺസെപ്ച്വലി കറക്റ്റായിട്ട് വരുന്ന ഫോമുലാസ് ആണ്. ഫോമുലാസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് കുറച്ച് ബേസിക്സ് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ നമ്പർ ഓഫ് different poker hands in a pack of 52 playing cards. Okay, so 52 cards, adile 5 different poker hands undavum. Okay, so that means ആദ്യം ഏത് രണ്ടാമത് ഏത് ഇമ്പോർട്ടൻ്റ് അല്ല. that means 52 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം സെലക്ട് ചെയ്യണം. that means എന്താണ്? കോമ്പിനേഷൻ. therefore 52C5 can be written as 52 factorial divided by 5 factorial into 47 factorial. 5 factorial into 47 factorial. Okay, 52 factorial divided by 5 factorial into 47 factorial. Then next one, 18C2 is equal to 18CR is equal to 18CR plus 2. Okay, R plus 2. നമുക്ക് എല്ലാവർക്കും അറിയാം. Okay, so ഒരു വലിയ രീതിയിൽ 18 factorial divided by 18 minus R factorial into R factorial അങ്ങനെ പോകാതെ, okay, so നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫോർമുല പ്രകാരം NCX is equal to NCY. that implies നമുക്ക് എന്ത് പറയാം? ഒരു x plus y equal to n. ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? 18 is equal to R plus 2. so that implies 18 is equal to 2R plus 2. 2R plus 2, that implies 2R is equal to 16. R is equal to 16 divided by 2, 8. R is equal to 8. No. So combination of formula വലിയ ഫോർമുല ഒന്നും അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് വന്നില്ല. ഡയറക്റ്റ് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തു ആൻസറിലേക്ക് വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, 10PR is equal to നമുക്ക് എന്താണ്? നമ്മുടെ ഫോർമുല എന്താണ്? NPR. നമുക്കൊരു ഇത് NPR നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യും. NPR is equal to n factorial divided by R factorial n minus R factorial. NCR is equal to ഇവിടെ n factorial divided by n minus R factorial. NCR is equal to n factorial divided by n minus R factorial into R factorial. Okay, so നമുക്ക് എന്ത് പറയാം? NCR into R factorial ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? NPR. Okay, so NPR divided by NCR എന്ന് പറയുന്നത് എന്താണ്? So NPR divided by NCR എത്ര കിട്ടും? NPR divided by NCR will be equal to R factorial. Okay, so നമുക്കിവിടെ 10PR അറിയാം, 10CR അറിയാം. 604800 divided by 120 is equal to R factorial. Okay, so ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 604,800 divided by 120, 5040 കിട്ടും. So 5040 is equal to R factorial. Okay, so that means ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. This നോക്കുക, 7 into 6 into അല്ലെ 7 means 7 factorial R factorial. 7 into 6 into 5 into 4 into 3 into 2 എത്ര കിട്ടുന്നുണ്ട് നമുക്ക്? 5040. that means ഇതെന്ന് പറയുന്നത് എന്താണ്? 7 factorial ഉണ്ടോ? 7 factorial. നമ്മൾ ഈ R factorial വരെ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് പോവുക. 7 factorial. therefore R is equal to 7. R is equal to 7. Okay. Then next question, a box contains 7 boxil എന്താണ്? ഒരു ബോക്സിൽ 7 red, 6 white and 4 blue balls. Okay, how many selection of 3 balls? Okay, selection of 3 balls ആണ് നമുക്ക് വേണ്ട. selection of 3 balls at a time can be made. all are red. Okay, first one, all are red. Okay, red നമുക്ക് എവിടുന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ 7 റെഡ് ബോളിൽ നിന്ന് അല്ലേ? സോ 6 വൈറ്റ് ബോളിന് 4 ബ്ലൂ ബോളിൽ നമുക്ക് റെഡ് ബോൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഔട്ട് ഓഫ് 7 യു ഹാവ് ടു സെലക്ട് 3 at a time. 7
C3. 7C3 means 7 factorial divided by 4 factorial into 3 factorial. Okay. So that means 7 into 6 into 5 divided by 3 factorial 6 and 6 get cancelled, 35. First one 35. Then second scenario, second question will be none is red. Okay. So second scenario, none is red. Second one, second question, none is red. Okay. None is red. So red alladha balls under 6 plus 4, 10 balls. Out of 10 we have to select 3 at a time. 10C3 10C3 10 factorial divided by 7 factorial into 3 factorial. So 10 factorial divided by 10 into 8 into 10 into 9 into 8 divided by 6 divided by 6. So 10 into 9 into 8 divided by 6. Return 120. 120. Then third question 120. All are of different colors. All are of different colors. All are of different colors. So we have 3 balls select. Okay. 3 are different color. We select 3 select. That means red naturally select 7C1. Okay. And it means multiplication, fundamental principles of counting and implies. That means then 6C1 into 4C1. Okay. So 7 into 6 into 4. 7 into 6 into 4, 168 ways. 168 ways we can select this condition satisfy. Then third scenario, the question, 4 into NC2. 4 into NC2 is equal to 4 into NC2 is equal to N plus 2 C3. Okay. 4 into NC2 is equal to N plus 2 C3. Solve 4 into N factorial divided by N minus 2 factorial into 2 factorial is equal to N plus 2 factorial divided by 3 factorial into N plus 2 minus 3. N plus 2 minus 3 N minus 1 factorial. N minus 1 factorial. That implies 4 into N factorial divided by 2 factorial into N minus 2 factorial is equal to N plus 2 into N plus 1 into N into N minus 1 factorial divided by 3 factorial into N minus 1 factorial. N minus 1 factorial get cancelled. Okay, except we will arrange here. Arrangement 4 into N minus 1 into N minus 2 factorial is equal to divided by N minus 2 factorial into 2. Okay. N minus 2 factorial get cancelled. N plus 2 into N plus 1 into N divided by 3 factorial. Okay. So N get cancelled. N get cancelled. So which other that implies 4 into N minus 1 divided by 2 is equal to N plus 2 into N plus 1 divided by 6. Okay. So cross multiply 6 of 4 24 divided by 2. 24 into N minus 1 divided by 2 is equal to N plus 2 into N plus 1. Okay. 2 24 12. 12 into N minus 1 is equal to N square plus multiplying by 3N plus 2. That implies 12N minus 12 is equal to N square plus 3N plus 2. Okay. So that implies your quadratic equation N square minus 9N plus 4 is equal to 0. That means N
7 plus 2 9, 7 into 2 14. That means number 7 and 2 sign add minus 9 multiply plus, that means and minus agam. So n minus 7 into n minus 2 equal to 0. That implies n is equal to 7, n is equal to 2. Okay. N is equal to 2, n is equal to 7. Okay. So n in a 2 എന്ന വാല്യൂ എടുത്താലും നമുക്ക് നോക്കിയറിയാം both a and b whole put. n in 2 എടുത്താലും ശരിയാകും, 7 എടുത്താലും ശരിയാകും. So നമുക്ക് most accurate choice will be both a and b. Okay. Then next question, find n if n plus 2 c n is equal to 45. So find n. നമുക്കെന്താണ് n plus 2 c n equal to n plus 2 factorial divided by n factorial into n plus 2 minus n factorial equal to 45. So that implies n plus 2 factorial divided by n factorial into 2 factorial is equal to 45, is equal to 45. n plus 2 into n plus 1 into n factorial divided by n factorial into 2 factorial equal to 45. n factorial get cancelled. n plus 2 into n plus 1 is equal to 90. So that means n square plus 3n plus 2 is equal to 90. That implies n square plus 3n minus 80 equal to 0. Okay. So minus 88 is equal to 0. Minus 88 is equal to 0. So that implies random number multiply minus 88 now 11 8 edukam. So that implies n plus 11 into n minus 8 is equal to 0. Multiply by minus 8 add plus 3. So that implies n is equal to minus 11 and n is equal to 8. n ഒരിക്കലും എന്താകില്ല minus ആകില്ല, therefore n is equal to 8. n equal to minus 11 not possible. So നമുക്ക് selection ആണ് minus 11 items ഒന്നും നമുക്ക് select ചെയ്യാൻ പറ്റില്ല. So n is equal to, that implies n is equal to 8, n is equal to minus 11 not possible. Okay. So നമ്മുടെ answer n is equal to 8. n is equal to 8 will be the answer. ഇവിടെ both വന്നിരിക്കുന്ന ഒരിക്കലും n എന്ത് വരത്തില്ല, minus quantity വരില്ല. Then next question, let S be the collection of 8 points in a plane with no 3 points on the straight line. That number of straight triangles. So 8 points on the 8 points. നമുക്കൊരു triangle construct ചെയ്യാൻ എത്ര വേണം, 3 points വേണം അല്ലേ, 3 points. That means out of 8 we have to select 3 at a time. So 8c3 is equal to 8 factorial divided by 5 factorial into 3 factorial. 8 into 6 into 7 divided by 6 equal to 56. Then next one, a committee to be formed out of 3 persons out of 12. Okay. Out of 12 നമുക്ക് എന്താണ് committee 3 persons. That means out of 12 we have to select 3 at a time. That means ആദ്യം ആരെ സെലക്ട് ചെയ്തു, രണ്ടാമത് select. That means എന്താണ് arrangement importance ഇല്ല. 12c3 means 12 factorial divided by 9 factorial into 3 factorial. That's equal to 12 into 11 into 10 divided by 6. Okay. 22 into 10 210. 210 will be the right answer. Then next one, a company wishes to simultaneously promote 2 of its 6 departmental head to out of 6 concurrently 2. Okay, so that means out of 6 we have to select 2 at a time. 6c2, 6 factorial divided by 4 factorial into 2 factorial. 6 into 5 divided by 2 is equal to 15. The next one, a building owner need 3 helpers and helpers and 10 man apply. Okay. So out of 10 we have to select 3 at a time. Okay. That means 10c3.
10 factorial divided by 7 factorial into 3 factorial. 10 into 9 into 8 divided by 6. So 3, 5, 3. 15 into 8, 120. 120 will be the number of selections. Okay, a man has 5 friends. In how many ways he can invite one or more friends to a dinner? Okay, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രോപ്പർട്ടി, that means one or more. നമ്മൾ നോർമൽ സെനാരിയോയിൽ എന്താണ്, ഒന്നുകിൽ 5C2 5C1 1 or 5C2 or 5C3 അല്ലേ. ഒരാളെ മാത്രം വിളിക്കാം, രണ്ടാളെ വിളിക്കാം, മൂന്നാളെ വിളിക്കാം, നാലാളെ വിളിക്കാം, അഞ്ചാളെ അല്ലേ. സോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്താ, നമുക്ക് ഫോർമുല വെച്ച് സിഗ്മ R is equal to 1 to 5 NCR. R is equal to 1 to n, NCR is equal to 2 raised to n minus 1. Okay, ഇവിടെ എത്രയാണ്, n എത്രയാണ്, 5 friends. 2 raised to 5 minus 1 32 minus 1 is equal to, നമുക്ക് എക്സാമിനർക്ക് ഇതാണ്, ഇങ്ങനെ എഴുതി ഓരോന്നും എഴുതി കൂട്ടിയെടുക്കണം, ഒത്തിരി ടൈം വേസ്റ്റ് ആവും. So that means at least one or more. That means എന്താണ്, ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, up to 8 ആൾ വരെ വരികയാണെങ്കിൽ ഫോർമുല എന്താണ്, 2 raised to n minus 1. 2 raised to 5 32 minus 1 is equal to 31. So very important formula. നമുക്കൊരു 2-3 സെക്കൻഡ്സിൽ ആൻസറിലേക്ക് വരാൻ പറ്റും. അതർവൈസ് നമുക്ക് ഇത് ഓരോന്നും കണ്ടുപിടിക്കുകയാണെങ്കിൽ 1-2 minutes എടുക്കും, ആ ഒരു ഡിഫറൻസ് വരും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, find the number of ways in which a person can contribute out of one 10 rupee note, 1 5 rupee note, 1 2 rupee note and 1 rupee note. Okay, so 1 rupee note ആണെങ്കിൽ നമുക്ക് എത്രയില്ല, 1 rupee നോട്ട് ആണെങ്കിൽ 1 rupee നോട്ട് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്രയാണ്, 4 അല്ലേ. 1 rupee നോട്ട് ഒരെണ്ണം, 10 rupee നോട്ട് ഒന്ന്, 5 rupee നോട്ട്, 2 rupee നോട്ട്, 1 rupee നോട്ട്. ഓക്കെ, സോ ഇത് 4 ടൈപ്പ് ആണുള്ളത്. 1 rupee നോട്ട് മാത്രമാണെങ്കിൽ നമുക്ക് 4 ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാം, 4C1. ഓക്കെ, 1 rupee നോട്ട്, 1 നോട്ട് മാത്രമാണ്, ഇതാണ് ഒരു നോട്ട് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഫൈൻഡ് ഹൗ മെനി വേസ് വിച്ച് എ പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട്. ഓക്കെ, സോ ഒരു നോട്ട് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ 1 നോട്ട് മാത്രമാണ്, ഒരു നോട്ട് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ 4C1, ദാറ്റ് മീൻസ് 4. ഓക്കെ, 2 നോട്ട്സ്, 2 നോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, 4C2. എന്താണ്, ഓർ ആണ്. ഒന്നെങ്കിൽ ഒരു അല്ലേ, 4 ടൈപ്പ് ഓഫ് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്, അതിൽ ഞാൻ ഒരെണ്ണം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ 4C1, 2 കൊടുക്കുകയാണെങ്കിൽ 4C2, ദാറ്റ് മീൻസ് 4 factorial divided by 2 factorial into 2 factorial, അപ്പോൾ വരും 6. ദെൻ 3 നോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ 4C3 ഈക്വൽ ടു 4, അത് പ്ലസ്. ദെൻ 4 നോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ 4C4, ദാറ്റ് മീൻസ് 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 10 15 വേസിൽ കൊടുക്കാം അല്ലേ. സോ ഇത് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ 4 ടൈപ്പ് ഓഫ് നോട്ട് ഉണ്ട്, അതിൽ ഒരു നോട്ട് അല്ലേ എത്ര രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ്. സോ ആദ്യം ഏത് കൊടുത്ത് രണ്ടാമത് കൊടുത്ത് ഇമ്പോർട്ടൻ്റ് അല്ല, ദാറ്റ് മീൻസ് അറേഞ്ച്മെന്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് എ സെലക്ഷൻ. സോ 4 നോട്ടിൽ ഒരു നോട്ട് കൊടുക്കാൻ എത്രയിൽ പറ്റും, 4 1 ഔട്ട് ഓഫ് 4 വി ആർ സെലക്ടിങ് 1. 2 ഔട്ട് ഓഫ് 4 വി ആർ സെലക്ടിങ് 2. 3 നോട്ടാണ് ഔട്ട് ഓഫ് 4 വി ആർ സെലക്ടിങ് 3. 4 നോട്ട് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് 4 വി ആർ സെലക്ടിങ് 4 അറ്റ് എ ടൈം, ദാറ്റ് മീൻസ് 1 വെയിലേ പറ്റുള്ളൂ. ടോട്ടൽ 15 വേസിൽ നമുക്ക് നോട്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ദെൻ 13th one, from a committee of 7 men, that means total നമുക്ക് കമ്മിറ്റി എത്രയാണ്, 6 പേരുടെ കമ്മിറ്റി വേണം. men 7, ladies 3. ഓക്കെ, സോ നമുക്ക് നോക്കാം. men 7, നമുക്ക് എന്താണ്, അറ്റ്ലീസ്റ്റ് 2 ലേഡി. ഓക്കെ, സെലക്ഷൻ പറ്റുന്നത് ഔട്ട് ഓഫ് ഏതൊക്കെ രീതിയിൽ പറ്റും, 4 2 അല്ലേ, 4 3 3. ഓക്കെ, സോ 3 ലേഡീസേ ഉള്ളൂ നമുക്ക്, അതുകൊണ്ട് 2 4 എന്നുള്ള പറ്റില്ല, ബിക്കോസ് അല്ലേ ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, ലെന്നിനെക്കാട്ടിലും ഒന്ന് ലെന്നിൻ്റെ അത്രയും അല്ലെങ്കിൽ ലെന്നിനേക്കാൾ കുറവായിരിക്കണം. സോ ഇവിടെ ഫസ്റ്റ് സെനാരിയോയിൽ എത്ര രീതിയിൽ നമുക്ക് കോമ്പിനേഷൻ സെലക്ഷൻ പറ്റും, ഔട്ട് ഓഫ് 7C4 into 3C2, ദെൻ 7C3 into 3C3. 7C4 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 7C4 into 3C2 എന്ന് പറയുന്നത് 105 ആണ്, പ്ലസ് 35 ഈക്വൽ ടു 140. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ കിട്ടുന്നത്, 7C4 നോക്കാം.
7 factorial divided by 4 factorial into 3 factorial into 3c2 3 factorial divided by 2 factorial into 1 factorial. Okay, 7 into 6 into 5 divided by 6 get cancelled into 3. Okay, 35 into 3 105. So we are getting another 140 answer. So calculate cheya, speed cheya, answer like that. Then next question, NCR minus 1 is equal to 56, NCR is equal to 28, NCR plus 1 is equal to 8. Find R. Okay. So now combination vechittu oru division vannu kayinjal correct aayittu cheyan ariyavunna test cheyyana oru problem aanu. Just first ഞാൻ എടുത്തിരിക്കുന്നു NCR divided by NCR minus 1. Okay. So that means 28 divided by 46 ആണ് 1/2 എന്നാണ് വരുന്നത്. നമുക്ക് നോക്കാം NCR can be written as n factorial divided by n minus r factorial into r factorial. So division by fraction ഇത് ഇന്ന് നമുക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണ്. So ഇവിടെ എന്ത് വരും n factorial then n minus n minus n minus r plus 1 factorial into r minus 1 factorial. N get cancelled. Okay. So that implies, so this can be written as rearrange n minus r plus 1 factorial into r minus 1 factorial divided by n minus r factorial into r factorial is equal to 1/2. Okay. So this can be written as n minus r plus 1 into n minus r factorial, that means 1 കുറച്ചിട്ട് r minus 1 factorial n minus r factorial into r minus 1 factorial. Cancel. N minus r factorial equal to 1/2. 2 into n minus r plus 1 is equal to r. 2n minus 2r plus 1 is equal to r. So that implies 3r is equal to, so 3r is equal to 2n plus 1. 3r is equal to 2n plus 1. And equation 1 on the then second scenario. The second scenario, NCR plus 1 divided by NCR. NCR plus 1 divided by NCR. NCR plus 1 divided by NCR is equal to 8 divided by 56. 8 divided by 28. 8 divided by 28 is equal to 2/7. NCR plus 1 can be written as n factorial divided by n minus r minus 1 factorial into r plus 1 factorial into multiply r factorial into n minus r factorial divided by n factorial. N factorial get cancelled. Then next step, r factorial into n minus r factorial divided by n minus r minus 1 factorial into r plus 1 factorial. So that implies r factorial into n minus r into n minus r minus 1 factorial divided by n minus r minus 1 factorial divided by r plus 1 r plus 1 r plus 1 into
factorial. R factorial get cancelled. N minus R minus 1 factorial get cancelled is equal to 2 by 7. So n minus r divided by r plus 1 is equal to n minus r divided by r plus 1 is equal to 2 by 7. So that implies 7n minus 7r is equal to 2r plus 2. 9r is equal to 7n plus 2. Equation 2. Equation 1, 3r is equal to 2n plus 1. Equation 1 എന്തായിരുന്നു? 3r is equal to 2n plus 1. 3r is equal to 2n plus 1 ആയിരുന്നു equation 1. നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3r is equal to 7n plus 2. So that implies 3 into 2n plus 1 is equal to 7n plus 2. 6n plus 6 is equal to 7n plus 2. Okay. So that implies n is equal to 8. Now എന്താണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? Find r ആണ്. So equation 1 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3r is equal to 2n plus 1. 3r is equal to 2n plus 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 3r is equal to n 3r is equal to 2n plus 2. 2n plus 2. So 3r is equal to 16 plus 2. R is equal to 19 divided by 18 divided by 3 is equal to 6. So R is equal to 6. The next one, a person has 12 friends of whom 8 are relative. 12 friends ഉണ്ടായിരുന്നു. അതിൽ 8 relative, that means 4 എന്താണ് non-relatives. In how many ways he can invite 7 guests? Invite 7 guests out of 5 of them are relative. Okay. So നമുക്ക് 7 പേരെ സെലക്ട് ചെയ്യണം. അതിൽ 5 പേര് എന്തായിരിക്കണം? റിലേറ്റീവ് ആയിരിക്കണം. ഓക്കെ. സോ 8ൽ നിന്നല്ലേ നമുക്ക് 5 അല്ലെ മൊത്തം എത്ര റിലേറ്റീവ്സ് ഉണ്ട്? 8 റിലേറ്റീവ്സ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുക മീൻസ് എത്ര പേരെ വിളിക്കുക? 5 പേരെ വിളിക്കുക അല്ലെ. 8C5 into and. സോ മിച്ചം എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഇനി എത്ര പേരെ കൂടെ വിളിക്കാം? മൊത്തം 7 പേര്. ഓൾറെഡി 5 പേരുടെ സെലക്ഷൻ കഴിഞ്ഞു. ഇനി മിച്ചം 4 പേര്. 4C2. 8C5 into 4C2. 8 factorial divided by 5 factorial into 3 factorial. 4 factorial divided by 2 factorial into 2 factorial. ചെയ്തൊരു ആൻസർ 336. 336. Okay. Then next question. Find the number of triangles that can be found out of 12 points of which 5 are collinear. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു n points. അതിൽ p collinear ആണെങ്കിൽ nC2 minus pC2. Okay. ഇവിടെ എന്ത് വരും? 12C nC3 minus pC3. Okay. 12C3 minus 5C3. Okay. So നമുക്ക് ഇവിടെ പറയാം. നോക്കുകയാണെങ്കിൽ 3 5 1 2 3 4 5. Okay. പിന്നെ 1 2 3 4 5 6 7. ഇത് ബാക്കി ഇപ്പൊ ജസ്റ്റ് ഫിഗർ വെച്ച് ഇതും കൊണ്ട് ഇതിലാണോ ഈ 3 ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ഒരിക്കലും എന്ത് പറ്റില്ല? ട്രയാങ്കിൾ പറ്റില്ല. സോ ചിലപ്പോൾ ധാരണ ഉണ്ട് ഈ 12ൽ നിന്ന് 5 കുറച്ചിട്ട് 7C3. ദാറ്റ് മീൻസ് ഈ 5 പോയിന്റും കൺസിഡർ ചെയ്യാത്ത രീതി വരും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് 5 പോയിന്റ്, ദാറ്റ് മീൻസ് ഉണ്ടോ ഈ 2 ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇതിലെ 2 പോയിന്റ് വെച്ച് നമുക്ക് ട്രയാങ്കിൾ കിട്ടും. ഇതൊരു ട്രയാങ്കിൾ ആണ്. പിന്നെ അതുണ്ട് ഇതൊരു ട്രയാങ്കിൾ ആണ്. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് ടോട്ടൽ 3 പോയിന്റ്സിന്റെ കോമ്പിനേഷൻ എല്ലാം എടുത്തിട്ട് അതിൽ നിന്ന് ഈ 5 പോയിന്റ്സ് മാത്രം വരുന്ന 3 പോയിന്റ്സിന്റെ കോമ്പിനേഷൻ കുറച്ച് കളയാണ് ചെയ്യുന്നത്. സോ എത്ര വന്നു? 12C3 minus 5C3. 12C3 means 12 factorial divided by 9 factorial into 3 factorial minus 5 factorial divided by 3 factorial into 2 factorial. So answer കിട്ടുന്നത് 210. So very important. ഈ ഒരു ഫോർമുല ഡയറക്റ്റ് അറിഞ്ഞിരുന്നെങ്കിൽ നേരെ nC3 12C3 minus 5C3 answer. Find number of ways a voter can vote 5 candidates of 3 are to be elected. If voter he can vote for any number but not greater than number of numbers should be selected. Okay. So that means നമുക്ക് ഒന്നിൽ
ഔട്ട് ഓഫ് 5 ഒരാളെ എലക്ട് ചെയ്യാനെടുക്കാം, ഓർ രണ്ടാളെ എലക്ട് ചെയ്യാനെടുക്കാം, ഓർ മൂന്നാളെ. അതിൽ കൂടുതൽ നമുക്ക് എത്ര പേരെ എലക്ട് ചെയ്യുന്നു അതിൽ കൂടുതൽ പറ്റില്ല. സോ ദാറ്റ് മീൻസ് 5C1 is equal to 5, 5C2 is equal to 10, 5C3 also equal to 10. That means 20 ways elect ചെയ്യാം. Okay, 20 ways elect ചെയ്യാം. Then 18 total number of handshakes. That means ഒരു handshake ആണെങ്കിൽ രണ്ട് പേര്. That means നമുക്ക് n number of persons, let it be n number of persons are there. നമുക്കൊരു ഹാൻഡ്ഷേക്കിന് വേണമെങ്കിൽ രണ്ട് പേരുടെ സെലക്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ് NC2 എന്ന് പറയുന്നതാണ് 66. n factorial divided by n minus 2 factorial into 2 factorial എന്ന് പറയുന്നതാണ് എത്ര 66. So n into n minus 1 into n minus 2 factorial divided by n minus 2 factorial into 2 factorial equal to 66. n minus 2 factorial get cancelled. So n into n minus 1, n into n minus 1 is equal to 66 into 2. 66 into 2, 132. So n square minus n minus 132 equal to 0. So 11 and 12 will come. N minus 12 into n plus 11 equal to 0. N is equal to 12 or n is equal to minus 11. So n minus 11, therefore n is equal to 12 will be the answer. N is equal to 12. Then next one, find the number of parallelograms that can be formed out of 4 parallel lines. Okay, so ഒരു parallelogram എന്ന് പറഞ്ഞാൽ എന്തിരിക്കുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. So 4 parallel lines ഇങ്ങനെ കിടക്കുന്നു. ഇതിൽ നിന്ന് എത്രണ്ണം സെലക്ട് ചെയ്യണം? ഒരു പാരലോഗ്രാം എടുത്തെങ്കിൽ മിനിമം 2 എണ്ണം വേണം അല്ലേ? സോ ദാറ്റ് മീൻസ് 4C2 ഏതെങ്കിലും ഒന്നും ആകാം. ആൻഡ് ദെൻ ഇതിന് ക്രോസ് എത്രണ്ണം കിടക്കുന്നുണ്ട്? 3 പാരലൽ ലൈൻസ്. ഇതിൽ നിന്നും മിനിമം എത്രണ്ണം വേണം? 2 എണ്ണം സെലക്ട് ചെയ്ത്. ദാറ്റ് മീൻസ് 4C2 ഇതിൽ നിന്ന് 2 എണ്ണം ഇതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? പാരലോഗ്രാം കിട്ടിയിരിക്കും. ദാറ്റ് മീൻസ് ആൻഡ് ആണ്, രണ്ടും അറ്റ് എ ടൈം സെലക്ട് ചെയ്യണം. വെർട്ടിക്കലായിട്ട് കിടക്കുന്ന 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം, ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്ത് രണ്ടും ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇൻറ്റു ആൻഡ്. സോ 6 into 3. ഈക്വൽ. അല്ലാണ്ട് ഇത് വരച്ചിട്ട് എണ്ണി എടുക്കാൻ നിൽക്കരുത്. 4C2 into 3C2 is equal to 18. Find the number of chords that can be formed joining 8 points on the circumference of a circle. Circle 8 points, circumference 8 points, അതായത് സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിന്റെ സർക്കംഫറൻസിൽ ഇവിടെ 8 പോയിന്റ്സ്. സോ അതിൽ 2 പോയിന്റ്സിന്റെ കളക്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ് എന്ത് വരുന്നത്? ഇവിടെയൊക്കെ 8 പോയിന്റ്സ് ഉണ്ടായിരുന്നു. സോ 8C2 ആണ് എന്ത് ആൻസർ വരുന്നത്. നമ്പർ ഓഫ് കോർഡ്സ് ദാറ്റ് മീൻസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 28 ways. 28. Then next question. 8 guess how to be seated 4 on each side of a rectangular table. 2 decide to sit on one side. Okay, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിളിന്റെ ഇത് എ സൈഡ്, ഇത് ബി സൈഡ് എന്ന് വിചാരിക്കാം. സോ ടോട്ടൽ 8 ഉണ്ടായിരുന്നു. 4 on each അല്ലെ, ഇവിടെ 4 എന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞെങ്കിൽ 2 decide to sit on one side. ഇവിടെ അതിൽ 2 പേര് എന്താണ് ഇവിടെ ഇരിക്കാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ് 3 decide to sit on other side. സോ ടോട്ടൽ 8ൽ നിന്ന് എന്താണ് ഈ 2 + 3 പോയി 5 കഴിഞ്ഞാൽ പിന്നെ 3 പേരെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. 3 പേരെയാണ് സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് നോക്കാം. സോ ഇവിടേക്ക് നമുക്ക് ഇവിടെ മൊത്തം 3 പേരുണ്ട്. ഇതിൽ നിന്ന് മൊത്തം 3 പേര് മിച്ചമുണ്ട്. ഇതിൽ നിന്ന് 2 പേരെ ഇവിടെ സെലക്ട് ചെയ്യണം. എത്രയിൽ പറ്റും? 3C2 ഇൻറ്റു ദെൻ ഇവിടെ മിച്ചമുള്ള ഒരാളെ ഇവിടെ അലക്കുന്നത് മിച്ചം ഒരാളെ ഒരു രീതിയിൽ വരുന്നത് ഓൺലി 1 way. ദാറ്റ് മീൻസ് 1 way ഇൻറ്റു 1. ഇനി ഞാൻ എന്താണ് ഇവിടെ 4 പേരായി, ഇവിടെ എന്താണ് ഇവിടെ അറേഞ്ച്മെന്റ് വേണം. ഓക്കെ, സോ നമുക്ക് സെലക്ഷൻ ഈസ് ഓവർ. ഇത്ര രീതിയിലാണ് 3C2 വേസിൽ സെലക്ഷൻ ഓവർ. ദെൻ അറേഞ്ച്മെന്റ് ഇവിടെ 4 പേരായി കഴിഞ്ഞു. 4 പേര് എത്ര അറിഞ്ഞാൽ 4P4. ഇപ്പറ ബി സൈഡിലോ എത്ര അറേഞ്ച് ചെയ്യാം? 4P4. സോ ദാറ്റ് മീൻസ് 3C2 3 into 4 factorial 24 into 24 is equal to 1728 ways. Okay, so very important. ആദ്യം നമ്മൾ സെലക്ട് ചെയ്തു. ഓൾറെഡി ഉള്ളത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. 2 പേര് 3 പേര്
ദെൻ മിച്ചമുള്ള 3 പേരിൽ 2 പേരെ ഇങ്ങോട്ട് സെലക്ട് ചെയ്തു. എത്രയാണ് 3C2 ബേസിൽ. പിന്നെ ഒരാളെ ഇവിടോട്ട് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ 4 പേരായി, ഇവിടെ 4 പേരായി. അവരെ അറേഞ്ച് ചെയ്യുന്നത് എന്താണ്? അറേഞ്ച്മെന്റ് മീൻസ് പെർമ്യൂട്ടേഷൻ. ഇവിടെ സെലക്ഷൻ പ്ലസ് പെർമ്യൂട്ടേഷൻ, ദാറ്റ് മീൻസ് കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. In how many ways 6 questions from 2 sections are attempted if not more than 4 are to be? Okay, so 2 sectionലും section 1 section 2 2 sectionലും 6 questions each ഉണ്ട്. നമുക്ക് ഇവിടെ 4, ഇവിടെ 2 പറ്റും, ഇവിടെ 3, ഇവിടെ 3 പറ്റും, ഇവിടെ 2, 4 പറ്റും. ഒരിക്കലും എന്ത് പറ്റില്ല? 1, 5 പറ്റില്ല. മിനിമം മാക്സിമം 4 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറ്റുന്നത്. സോ ആൻസർ എന്ത് വരും? 6C4 into 6C2 plus 6C3 into 6C3 plus 6C2 into 6C4. Okay. So വരുന്നത് 225, then 400, again 225, total 850 വരും. കാൽക്കുലേറ്ററിൽ ചെയ്ത് ആൻസറിലേക്ക് വരിക. 6C4 means 6 factorial divided by 4 factorial into 2 factorial. അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ എത്ര വന്നു? 850. Then next question, a committee of 3 ladies and 4 gents are to be formed out of 7 ladies and 8 ladies and 7 gents. Mr. X refuses to serve in a committee which Mrs. Y is member. Find the number of committee. Okay, so 7 gents, 8 ladies. Committee of 3 ladies and 4 gents is to be formed. ഒരു റെസ്ട്രിക്ഷനും ഇല്ലെങ്കിൽ, വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവർ 2 പേരും വരുന്നതാകാം, വരാത്തതാകാം, എല്ലാം കൂടെ നമുക്ക് എത്ര പറ്റും? 8C3 into 7C4. 8C3 into 7C4 എന്ന് പറഞ്ഞാൽ 1960 ആണ്. ഓക്കെ, സോ ഇതിനകത്ത് 2 പേരും അല്ലെ, ഇതിനകത്ത് ഒന്നുകിൽ മിസ്റ്റർ എക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 പേരും കൂടെ ഉള്ളത്. അതായത് ടോട്ടലിൽ നിന്ന് 2 പേരും പ്രസന്റ് ആകുന്നത് കുറച്ചുകളാണ്. ബോത്ത് number of committee, both are present. Okay, so both are present. So 8 ലേഡീസിൽ 3 പേരെ സെലക്ട് ചെയ്യണം. അതിൽ ഒരാൾ ആരാണ്? മിസ്സിസ് വൈ ആണ്. ദാറ്റ് മീൻസ് മിച്ചമുള്ള 7 ലേഡീസിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. 7C2 into then 7 പേരിൽ ഒരാൾ മിസ്റ്റർ എക്സ് ആണ്. മിച്ചമുള്ള 6 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. എത്ര ഇതിൽ പറ്റും? 420 ways. ഓക്കെ, സോ ഇതിൽ നിന്ന് ടോട്ടലിൽ നിന്ന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത 2 പേരും ഉള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരും ആരെങ്കിലും ഒരാളുള്ളത് അല്ലെ, ഒന്നുകിൽ എക്സ് ഉള്ളത്, അല്ലെങ്കിൽ വൈ ഉള്ളത്, അല്ലെങ്കിൽ 2 പേരും ഇല്ലാത്ത അല്ലെ. റെഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു 2 പേരും കൂടി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. 2 പേരും കൂടെ ഒരുമിച്ച് വരത്തില്ല. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തതിൽ നിന്ന് 2 പേരും പ്രസന്റ് ആയിട്ടുള്ളത് കുറച്ച്. ദാറ്റ് മീൻസ് 2 പേരും പ്രസന്റ് ആകും മീൻസ് ഉണ്ടോ ഇവിടെ ഒരു റെസ്ട്രിക്ഷനിൽ 8C3 ആയിരുന്നു. ഇവിടെ ഒരാൾ മിസ്സിസ് വൈ ആണ്. അതുകൊണ്ട് മിച്ചമുള്ള 7 പേരും 2 പേരെ സെലക്ട് ചെയ്യുന്നു. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എത്ര വരും? 1540. 1540. Okay. Then next question, find the ratio of arrangements of the letters of the word Calcutta and America. Okay, so arrangement ഒരു റേഷ്യോ എന്ന് പറയുന്ന arrangement. സോ നമ്മൾ പഠിച്ചത് കൽക്കട്ട ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ കൽക്കട്ടയിൽ എത്ര മൊത്തത്തിൽ 1 2 3 4 5 6 7 8. സോ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻ എത്രയൊക്കെ വരുന്നുണ്ട്? A 2 തവണ, C 2 തവണ, T 2 തവണ, മൈനസ് അമേരിക്കയ്ക്കകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര റെപ്പറ്റീഷൻ ഉണ്ട്? ഒരെണ്ണം മാത്രം റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 8 ഫാക്ടോറിയൽ 8 into 7 into 6 into 5 into 4 into 3 divided by 2 into 2. Okay. Minus 7 into 6 into 5 into 4 into 3. So 4 get cancelled. 8 into 7 into 6. 8 into 7 into 6 into 5 into 3. 8 is 7 5 4. 8 into 7 into 6 into 5 into 3. 5040 minus 7 into 6 into 5 into 4 into 3. 2520. ഇവിടെ ചോദിച്ചിരിക്കുന്ന മൈനസ് അല്ല, റേഷ്യോ ആണ്. റേഷ്യോ 2520.
20. Okay. So 2520 direct ആണ്. So that means 2:1. 5047 2:1. Then next one, 11 letters of the word examination. Select 4 letters from the word examination. Okay, select 4 letters from the word examination. Okay, so examination of the very important examination of the 11 letters on the അതിൽ A 2 times വരുന്നുണ്ട്, M 1 time, then I 2 times, T 1 time, O N 2 times. Okay sir, that means എത്ര different letters വരുന്നുണ്ട്? 1 2 3 4 5 6. Then examination of the X വരുന്നുണ്ട്, T വരുന്നു അല്ലേ. 1 2 3 4 5 6 7 8 different letters. Okay, ആ 11ലെ 8 different letters. 8 different letters. So നമുക്ക് 4 letters വേണം. നമുക്ക് പെർമ്യൂട്ടേഷൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് കേസ് സെനാരിയോ വരുന്നത് ഔട്ട് ഓഫ് 8 4 ആർ അല്ല സെലക്ട് 4 ഡിഫറെൻ്റ് ആണെങ്കിൽ 4 ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എത്ര പറ്റും? 8C4. ദാറ്റ് മീൻസ് 8 factorial divided by 4 factorial into 4 factorial 17 വരും. Then case 2 എടുക്കുമ്പോഴത്തേക്കും 2 alike 2 different. Okay, so എത്ര alike pairs ഉണ്ട്? 3 A 2 എണ്ണം, I 2 എണ്ണം, N എണ്ണം. സോ അതിൽ നിന്ന് ഒരെണ്ണം 3C1 ഇൻറ്റു മിച്ചമുള്ളത് ഇപ്പോൾ A ആണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ I ആണ് എടുക്കുന്നതെങ്കിൽ മിച്ചമുള്ളതെല്ലാം ഇപ്പോൾ A ആണ് എടുക്കുന്നതെങ്കിൽ A 2 എടുത്തു. ദെൻ M ഒരെണ്ണം, I എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് ലെറ്റർ ആയിട്ടാണ് നമുക്ക് N. സോ അങ്ങനെ എത്രയാണ്? 7 different letters. എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 2 സെലക്ട് ചെയ്യണം. വരും 63. then case 3 വരുന്നത് 2 alike and another 2 other 2 alike, other 2 also alike. ഇത്ര ഇതിൽ പറ്റും നമുക്ക് 3C2 അല്ലേ. 3 എണ്ണത്തിൽ 2 എണ്ണം സെലക്ട് ചെയ്യാം. 3 ബേസിൽ പറ്റും. സോ ടോട്ടൽ 70 plus 63 plus 3 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 136 ബേസിൽ നമുക്ക് സെലക്ട് അല്ലേ. ഓർ ആയതുകൊണ്ട് only case 1 or means plus. Then next one, out of 7 gents and 4 ladies a committee of 5 is to form including at least 1 ladies. Okay, committee എത്ര പേരുടെ കമ്മിറ്റി ആണ്? 5 ആണ്. out of 7 gents 4 ladies, gen lady. so at least 1 എന്ന് പറയുമ്പോൾ ലേഡി എത്രയൊക്കെ ആകാം? കമ്മിറ്റി ഓഫ് 5 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. സോ ഇവിടെ 4 3 2 1. ദെൻ നമുക്ക് എന്ത് ചെയ്യുന്നാൽ മതി? ഇത് എത്ര രീതിയിൽ പറ്റും? 7C4 ഇൻറ്റു 7C4 ഇൻറ്റു 4C1 സോ കണ്ടുപിടിക്കുക, പ്ലസ് 7C3 ഇൻറ്റു 4C2 കണ്ടുപിടിക്കുക, പ്ലസ് 7C2 ഇൻറ്റു 4C3 പ്ലസ് 7C1 ഇൻറ്റു 4C4. സോ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ കാൽക്കുലേറ്റർ ചെയ്ത് നമുക്ക് അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് കിട്ടുന്നത് 140, then 210, then 84, then 7. ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും 441 base. 441 base. Answer 441. Then next one, 3 out of 5 bulbs are defective. Find the number of ways in which a room can be lightened if there are only 2 bulb points. Okay, so that means out of 5 ഉണ്ടായിരുന്നു, അതിൽ bulbs out of 5 3 out of 3 defective bulb, 2 good bulb. Okay, so നമുക്ക് 5 എണ്ണത്തിലെ 2 എണ്ണം എടുക്കാം, minus 3C2 ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 10 minus 3 equal to 7. വേറൊരു ഫോമാറ്റ് ഗുഡ് ഡിഫക്റ്റീവ്.
ഓക്കെ, നമുക്ക് എത്ര ബൾബ് പോയിന്റ്സ് ആണ്? 2 ബൾബ് പോയിന്റ്സ്. സോ ആ ഒരു റൂമിൽ ലൈറ്റ് വരണമെങ്കിൽ ഒന്നുകിൽ എന്താണ്, ഈ 2 ബൾബ് പോയിന്റ്സിലും നല്ല ബൾബ് വീഴാം, ഇവിടെ വീഴാതിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൾബ് പോയിന്റിൽ നല്ല ബൾബ് ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ആ റൂമിൽ വെളിച്ചം വരും, ലൈറ്റ് എൻ്റർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, രണ്ടിലും നല്ല ഇതൊന്നല്ല. ആ മുറിയിൽ വെളിച്ചം വരണമെങ്കിൽ ഒന്നുകിൽ 2 പോയിന്റ്സിൽ നമുക്ക് എന്താ നല്ല ബൾബ് വീണാൽ നമുക്ക് ലൈറ്റ് വരും, അല്ലെങ്കിൽ ഓരോന്നിലും. സോ എത്ര രീതിയിൽ പറ്റും അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇത് എത്രയാണ് ഗുഡ് 2C2 into 3C0 plus or 2C1 plus 3C1. 2C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിട്ടും 1 plus 2C1 പറയുമ്പോഴത്തേക്കും 2 factorial, 3C1 means 3 factorial divided by 2 factorial divided by 2 എത്ര വരും 6. 2 into 3 equal to 6 equal to 2 രീതിയിൽ എടുത്താലും ഇവിടെ എന്താണ് 5 രണ്ടെണ്ണം സെലക്ട് ചെയ്യുക. അതിൽ ബാഡ് ഔട്ട് ഓഫ് എത്രയാണ് 3 ബൾബ്സ് ബാഡ് ആണ്, ഡിഫക്റ്റീവ് ആണ്, അതിന് കുറച്ച് കളഞ്ഞ സെനാരിയോ. ദെൻ സെക്കൻഡ് സെനാരിയോ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതേപോലെ 2 ബൾബ് പോയിന്റ്സ് ഉണ്ട്, 2 ബൾബ് പോയിന്റ്സ് 2 ഉണ്ട്. അതിൽ രണ്ടിലും നല്ല ബൾബ് വീണാൽ പ്രകാശം വരും, അതിൽ ഏതെങ്കിലും ഒന്നിൽ വീണാലും പ്രകാശം വരും. അതാണ് 2C2 3C2 അത് 1 ആണ് ഇൻറ്റു ഇത് 2C1 എന്ന് പറയുന്നത് 2 factorial divided by 1 factorial 1 factorial 2 എന്നിട്ടും ഇൻറ്റു 3 factorial divided by 2 into 1 അങ്ങനെ 3 1 plus 2 into 3 6 7 രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ എക്സാം കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രോബ്ലം. സോ ഇത്രയാണ് നമ്മുടെ ബേസിക്. നമുക്ക് അടുത്ത സെഷനിൽ രണ്ടും കൂടെ ചേർത്ത്, ദാറ്റ് മീൻസ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും മിക്സ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ, ക്വസ്റ്റ്യൻ കണ്ട് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ, ദെൻ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു സെനാരിയോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.